മഹാലക്ഷ്മി സീരിയലിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സാഗർ ആണെങ്കിൽ കണ്ണന്റെ ആ ഒരു വലിയ മാറ്റം എത്രയും പെട്ടെന്ന് തന്നെ മഞ്ജുവിനെ അറിയിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ സർപ്രൈസ് ആയി തന്നെ മഞ്ജുവിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണന്റെ മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ്. തന്റെ ചേട്ടൻ നന്മയും കരുണയും ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. പിന്നെ ഏട്ടത്തിയല്ലേ ഏട്ടന്റെ കൂടെ ഉള്ളതെന്നൊക്കെ മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട്. സാഗർ പറയാണ് ഇക്കാര്യം മറ്റാരോടും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് തന്നോട് പറയാതിരിക്കാനായിട്ട് ആവില്ല. അതുകൊണ്ട് താൻ ഇനി ആരോടും ചെന്ന് പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതിന് ശേഷം നേരെ പോകുന്നത് തോമസ് വൈദ്യന്റെ ആശ്രമത്തിലേക്കാണ്. അതായത് കണ്ണനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ മക്കി കാണുന്നത് മാർക്കോയെയാണ്. മാർക്കോയെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിലും മാർക്കോ പറയുകയാണ് ഇവിടെയുള്ള രണ്ടുപേരെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്റെ രക്തം തിളയ്ക്കുന്നുണ്ട്. പിന്നെ മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്ന ആ കരുണയെയും രണ്ടാനച്ഛനെയൊക്കെ കാണേണ്ടി വരും. അവരെ കണ്ടാൽ എന്റെ കൺട്രോൾ പോകും. അനന്ത് സാറിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇല്ല, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ മഹാലക്ഷ്മി റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ കാഴ്ച നേരിൽ കാണുക തന്നെ വേണമെന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ നേരെ റൂമിലേക്ക് പോവുകയാണ്. അനന്തുമാണ് വാതിൽ തുറക്കുന്നത്. അനന്ത് പറയുന്നുണ്ട് ആഹാ എത്തിയല്ലോ. മഹാലക്ഷ്മി പറയാണ് അല്ല ഇവിടേക്ക് വരുന്ന സമയത്ത് എന്തോ സന്തോഷകരമായിട്ടുള്ള കാഴ്ച കാണാനുണ്ടെന്നൊക്കെ മാർക്കോ പറഞ്ഞിരുന്നു. അത് മഹാലക്ഷ്മി നേരിട്ട് തന്നെ കണ്ടോ? അങ്ങനെ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട് തനിക്ക് ഇഷ്ടാനുസരണം കാല് ചലിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ലല്ലോ, പക്ഷെ ഇപ്പൊ അതിനൊക്കെ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം മഹി സഹായിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും കണ്ണൻ പറയുകയാണ് ഇല്ല തന്നെ കൊണ്ട് കഴിയും. അങ്ങനെ മഹി ആ കാഴ്ച കണ്ടുകൊണ്ട് ആകെ ഷോക്കാവുന്നു. അവൾക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയാണ്. ഓടിച്ചെന്ന് കടഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും കടന്റെ പുരോഗതിയിൽ മഹി ഒത്തിരി സന്തോഷിക്കുന്നു. മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു എന്റെ കണ്ണേട്ടൻ പഴയ രീതിയിലേക്ക് എത്താനായിട്ട്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടെന്നൊക്കെ പറയുന്നു. പിന്നെ താൻ എന്നും കാണാറുള്ള ആ ദേവിയെ കണ്ടെന്നൊക്കെ മഹാലക്ഷ്മി കണ്ണനോട് പറയുകയാണ്. എന്തായാലും ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകണം, അമ്മ അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യനെ കടനായിട്ട് മഹാലക്ഷ്മി പോവുകയാണ്. തോമസ് വൈദ്യനോട് കണ്ണന്റെ ഒരു മാറ്റത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മഹാലക്ഷ്മി നേരിട്ട് കണ്ട് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് വിളിക്കാതിരുന്നത്. എന്തായാലും മഹാലക്ഷ്മിയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായിരിക്കുകയാണ്. ഇനി കണ്ണൻ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എല്ലാം മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്നൊക്കെ പറയുന്നു. പിന്നെ അരയ്ക്ക് ചലനശേഷി കിട്ടിയ കാര്യം തൽക്കാലം ഇപ്പൊ ആരും അറിയണ്ട. മഹാലക്ഷ്മി സന്തോഷത്തോട് കൂടിയിട്ട് ആരോടും ചെന്ന് പറയാൻ നിൽക്കേണ്ട, ശത്രുക്കൾക്ക് അത് ഒട്ടും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരോടും പറയാൻ നിൽക്കുന്നില്ല. ഇന്ന് അമ്മയുടെ പിറന്നാൾ ആഘോഷമായതുകൊണ്ട് മാത്രമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് കണ്ണേട്ടൻ നേരിയ ചലനം പോലും ഉണ്ടാക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും തോമസ് വൈദ്യനാണെങ്കിൽ ആ വലിയ ഞെട്ടിക്കുന്ന സത്യം പറയുകയാണ്. അതായത് സാഗർ കണ്ണന്റെ മാറ്റത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അത് എങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ മഹാലക്ഷ്മി ഒരു ഞെട്ടലോട് കൂടി ചോദിക്കുമ്പോൾ മാർക്കോയും അനന്തവും കണ്ണിനെ പിടിച്ച് നടക്കുന്നത് സാഗർ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ ആരോടും പറയില്ല എന്നാണ് വിശ്വാസം. പിന്നെ മാർക്കോ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവനെ വിശ്വസിക്കാം. കാരണം സാഗർ ഇപ്പൊ പഴയതുപോലെയല്ല, ആ മേഘനാഥന്റെ ആളെന്നല്ല. അതുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും പേടിക്കേണ്ടതില്ലെന്ന് പറയുമ്പോൾ അവനെ തീർത്തും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. കാരണം അവന്റെ ബാക്ക്ഗ്രൗണ്ടും പഴയകാല സ്റ്റോറിയൊക്കെ അങ്ങനെയാണെന്ന് ഇങ്ങനെ മഹാലക്ഷ്മി പറയുകയാണ്. ഇല്ല എന്തായാലും പേടിക്കേണ്ട, കണ്ണനെ എത്രയും പെട്ടെന്ന് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിക്കണം എന്നിങ്ങനെ തോമസ് വൈദ്യൻ മഹാലക്ഷ്മിയോട് പറയുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ ആകെ നിരാശയാവുകയാണ്. കാരണം സാഗർ ആ സത്യം പറഞ്ഞത് അവൾക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് കണ്ണനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ പാൽപ്പായസം വാങ്ങാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശിയും കരുണയും വന്ന് പറയുന്നുണ്ട് നീ ഇനിയിപ്പോ എങ്ങോട്ടും പോകണ്ട, ഇവിടെ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കണ്ടേ, വലിയൊരു ആഘോഷമല്ലേ നടക്കുന്നത്, നീ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിക്കോ, ഞാനും കരുണമോളും എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ച പാൽപ്പായസം വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ മോഹിനിക്കത് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും അവരത് അത്ര വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ മുത്തശ്ശിയും കരുണയും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കരുണ പറയുന്ന ഇന്നത്തോടു കൂടിയിട്ട് പിറന്നാൾ ആഘോഷം മരണാഘോഷമാവും, അവളുടെ അവസാന ദിവസമാണെന്ന്, അവളെ തകർക്കണം മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവളുടെ അമ്മയുടെ ജന്മദിനത്തിൽ തന്നെ അവളുടെ ജീവൻ പോകാനാണ് വഴി എന്നൊക്കെ പറയുന്നുണ്ട്, വിധി എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് കരുണ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് മഹാലക്ഷ്മിയുടെ നാശത്തിനായിട്ടും അവളുടെ മരണം സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ. മുത്തശ്ശിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പാൽപ്പായസം വാങ്ങുകയാണ്. എന്നിട്ട് കരുണ പറയുന്നുണ്ട് ഈ ഒരു പായസമാണ് ഇന്ന് അവളുടെ ജീവൻ എടുക്കാനായിട്ട് പോകുന്നത്, തനിക്ക് ഓർക്കാൻ പോലും വയ്യെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും കരുണയും മുത്തശ്ശിയും സന്തോഷത്തോട് കൂടിയിട്ട് അതും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ
പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് മഹാലക്ഷ്മിയെ കൊല്ലാൻ തന്നെയാണ് കരുണയുടെയും മുത്തശ്ശിയുടെയും പ്രതാപന്റെയും ഒക്കെ പ്ലാനിങ്. ഇതൊക്കെ തന്നെ ആ ദേവി നേരിട്ട് കണ്ടറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ടും കരുണയ്ക്ക് തന്നെയായിരിക്കും 16ന്റെ പണി കിട്ടാനായിട്ട് പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.